പോലീസുകാരെയും അയക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ പിന്നെ സ്ട്രക്ചർ എടുക്കാൻ പറ്റിയ ആളുകൾ അതുൾപ്പെടെയുള്ള ഒരു സംഘത്തെ കൂടി അതിൽ പ്രത്യേകമായിട്ട് അയക്കുന്നുണ്ട്. അതിന് പുറമെ ഇന്ന് ചാലിയാർ പുഴയുടെ 40 കിലോമീറ്ററും കവർ ചെയ്യാവുന്ന വിധത്തിലുള്ളൊരു ഓപ്പറേഷൻ കൂടി നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ വിളിച്ചു സൂചിപ്പാറ കാന്തപ്പാറ ഭാഗത്ത് രക്ഷാപ്രവർത്തകരെ ഒന്ന് അയച്ചാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം. ആ പ്രേക്ഷകൻ ഇന്നലെ സന്നദ്ധ പ്രവർത്തനത്തിൽ പങ്കെടുത്തയാളാണ്. സൂചിപ്പാറ കാന്തപ്പാറ മധ്യഭാഗം ചേരുന്ന ഭാഗം തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നമുക്കതൊന്ന് നോട്ട് ചെയ്യാവുന്നതാണ്. അത് നോട്ട് ചെയ്ത് അങ്ങോട്ട് അയക്കാനുള്ള ഒരു സൗകര്യം. അതുപോലെ മിനിസ്റ്റർ, ഇപ്പോൾ നിയന്ത്രിതമായ രീതിയിലാണ് രക്ഷാപ്രവർത്തകർക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാനാവുക. അതായത് ഇനി മുതൽ ഒരു കൃത്യം കണക്ക് വെച്ചാണല്ലോ. അപ്പോൾ ഈ പുറത്തുനിന്ന് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് പേർ വന്ന് ഇന്നിപ്പോൾ ക്യൂ നിന്ന് രക്ഷാപ്രവർത്തനത്തിൽ നീങ്ങുന്ന ദൃശ്യം പോലും നമ്മളിപ്പോൾ ബേലി പാലത്തിന് മുകളിൽ കാണുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തേക്കും ഇത്ര പേർ എന്നൊരു കൃത്യമായ കണക്ക് രക്ഷാപ്രവർത്തകരുടെ കാര്യത്തിലുമുണ്ടോ? അതായത് ഈ ഫോഴ്സിൽ പെടാതെ ഇപ്പോ നമ്മള് അവിടെ നേരത്തെ നിങ്ങൾ എല്ലാവരും വന്ന് കണ്ടതാണല്ലോ. നമ്മളിപ്പോ സൈന്യത്തിന് പുറമെ ഒരു സ്ക്വാഡിലേക്ക് 20 വളണ്ടിയർമാർ മതി എന്നാണ് പൊതുവായി നിശ്ചയിച്ചത്. ബാക്കി ആളുകൾക്ക്, പ്രത്യേകിച്ച് പ്രാദേശിക പ്രവർത്തകർക്ക് വരുന്നത് കൊണ്ട് ഒരു വിരോധമില്ല, അവർക്കാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക, അതൊന്നും പ്രയാസമില്ല. പക്ഷെ കൂടുതൽ ആളുകൾ വരുന്നത് അവരുടെ എല്ലാം നല്ല മനസ്സുകൊണ്ടും മനുഷ്യ സ്നേഹം കൊണ്ടുമാണ്. പക്ഷെ വല്ലാതെ ആളുകൾ വരുമ്പോഴുണ്ടാകുന്ന പ്രയാസമുണ്ട്. ഇതിപ്പോ അങ്ങോട്ട് പോകുന്ന ആളുകളുടെ അക്കൗണ്ടബിലിറ്റി വേണം എന്ന് പറയുന്നതിൽ കൂടി ഒരു കാര്യമുണ്ട്. നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ സ്ഥലം തീരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഏരിയ അല്ല. ഇന്നലെ ഞാനും ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററും കൂടി അകത്തി സ്ഥലങ്ങളിലെല്ലാം പോയിരുന്നു. മസ്ജിദും പുഞ്ചിരിമറ്റും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിരുന്നു. അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ ആളുകൾ പറയുന്ന അനുസരിച്ച് പൂർണ്ണമായും ഒരു സേഫായ സ്ഥലമായില്ല. അപ്പൊ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആളുകളെ ഇവോക്കേറ്റ് ചെയ്യേണ്ട ഒരു പ്ലാൻ കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് വല്ലാതെ കൂടുതൽ ആളുകൾ പോകരുത്. പോകുന്നവർ തന്നെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഒന്ന് പടമൊക്കെ എടുത്തു വെച്ച് ഒന്ന് സ്ക്രീൻ ചെയ്ത് വിടാൻ തീരുമാനിക്കുക. അല്ലാതെ മറ്റു കാര്യമല്ല. ഇന്ന് അരുണിനോട് ഈ നിമിഷത്തിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട്ടിൽ നിന്ന് 4 സ്പെഷ്യൽ ഡോഗ്സ് ടീം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ 6 എണ്ണമാണ് ഡോഗ് സ്ക്വാഡ് ഉണ്ടായിരുന്നത്. 3 എണ്ണം ആർമിയുടെയും 3 എണ്ണം സ്റ്റേറ്റ് പോലീസിന്റെയും. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് അനുസരിച്ച് അവർ 4 ഡോഗുകളെ, വളരെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗുകളെ, അതിന്റെ കൊണ്ടുപോകാവുന്ന ആളുകളെ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടിയുള്ളത്, നമ്മളിന്ന് മൃഗങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ ആരംഭിക്കുകയാണ്. കാരണം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ധാരാളം മൃഗങ്ങളുണ്ട്. അവർക്ക് ഭക്ഷണമൊന്നും കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. പൂച്ചയും കോഴിയും പട്ടിയും മുതലുള്ള പെറ്റ് ഡോഗ്സ്, പെറ്റ് അനിമൽസ് ഉണ്ട്. അവരെ കൂടി റിക്കവർ ചെയ്യാവുന്ന വിധത്തിൽ ഒരു ഓപ്പറേഷൻ ഇന്ന് സമാന്തരമായിട്ട് നമ്മൾ മൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറവ് ചെയ്യേണ്ട മൃഗങ്ങളെ അടിയന്തരമായിട്ട് മറവ് ചെയ്യാനുള്ള സൗകര്യവും ഇന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മിനിസ്റ്ററെ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി TV പ്രസാദ് ഒരു ഓവർസീറുമായി സംസാരിച്ചപ്പോൾ 1000 കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത്, മുണ്ടക്കൈ ഭാഗത്തെ പുഞ്ചിരിമട്ടം ഭാഗത്ത്. അതിൽ 600 വീടുകളിലും അവർ പോയി. ആ വീടുകളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ശരിക്കും മിനിസ്റ്റർ നമ്മൾ കണക്കാക്കുന്നതിനുമൊക്കെ അപ്പുറത്തേക്ക് പോകുമോ? അങ്ങനെ ഒരു ആശങ്കയുണ്ട്. വളരെ ഭീകരമായി. ഞാൻ ഇന്നലെ ഈ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ പോകാനിടയായി. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. പറഞ്ഞാൽ പോലും പേടിയാകുന്ന വിധത്തിലുള്ള ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ഉരുൾപൊട്ടലൊരു പ്രദേശത്തെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പല വിധത്തിൽ മിൽമയുടെ അവിടെ പാലളക്കുന്നവരുടെ കണക്കെടുക്കുന്നു. അതുപോലെ തന്നെ അവിടെ മേപ്പാടി പഞ്ചായത്തിന് മാത്രമായിട്ട് ഒരു ഹരിത കർമ്മസേനയുടെ സംസ്കരണ സംവിധാനമുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്തവരുടെ പേരെടുക്കുന്നു. അങ്ങനെ മിൽമയിൽ അളക്കാൻ വരുന്നവരുടെ പേരെടുക്കുന്നു. അങ്ങനെ അത്ര മൈന്യൂട്ടായിട്ട് നമ്മൾ പോവുകയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി റിപ്പോർട്ടറിനോട് ഈ സമയം പറയാനുള്ളത്, നമ്മുടെ അവയവങ്ങൾ മാത്രമായി കിട്ടിയ 100ഓളം അവയവങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അവയവം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരേ ആളുടെ തന്നെ 2 കൈകളാണോ എന്നറിയാത്ത വിധം കൈകൾ, കാലുകൾ, നഖങ്ങൾ, വിരലുകൾ ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളെല്ലാം വരികയാണ്. ഇപ്പൊ ഇതിന് പ്രോട്ടോകോൾ അനുസരിച്ച് 72 മണിക്കൂറിൽ കൂടുതൽ വെക്കാൻ സാധ്യമല്ല. ചിലതാണെങ്കിൽ പുഴുവരിക്കുന്ന വിധത്തിലേക്ക് പതുക്കെ മാറുന്നു. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കി അത് മറവ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ DNA ടെസ്റ്റ്, ഫോട്ടോ, അതിന് കിട്ടാവുന്ന എല്ലാ ഡീറ്റെയിൽസ് ഇതെല്ലാം എടുത്തുകൊണ്ട് പതുക്കെ മറവ് ചെയ്യുന്നതിനെ കുറിച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ CS നേതൃത്വത്തിൽ തയ്യാറാക്കി ആ വഴിക്ക് കൂടി ആരംഭിച്ചു വരികയാണ്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. എന്തായാലും ഊർജിതമായി നടക്കട്ടെ, റിക്കവറി, തിരിച്ചെടുക്കൽ, വീണ്ടെടുക്കൽ നടക്കട്ടെ എന്നേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. മിനിസ്റ്റർ പറഞ്ഞതുപോലെ നമുക്ക് വീണ്ടും പറഞ്ഞോളൂ. ഒരു 48 ടീമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ അന്വേഷിച്ച റിപ്പോർട്ടർ ഇവിടെ
പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ പോയിന്റുകളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ അപ്പൊ തന്നെ ഞങ്ങൾക്ക് തന്നാൽ ഇത് ആരെ അറിയിക്കുന്നു എന്നുള്ളതിൽ ഒന്നും ഒരു ഇത് നോക്കേണ്ടതില്ല. അപ്പൊ അരുൺ പറഞ്ഞ ഓരോ പോയിന്റ്, ഇന്നലെ ഇപ്പൊ രാവിലെ എന്നോട് നൂറുദ്ദീൻ പറഞ്ഞ ഒരു സെന്ററിൽ ആളില്ലാത്ത ഭക്ഷണം കിട്ടാത്ത പ്രശ്നം പറഞ്ഞിരുന്നു. അത് അപ്പൊ തന്നെ അരമണിക്കൂർ മുമ്പ് ഞാൻ അയക്കുകയും നിങ്ങളുടെ പ്രതിനിധിയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയെന്ന് പറഞ്ഞു. ഭക്ഷണം കിട്ടിയ ആ പരാതി ഇല്ല ഇപ്പോൾ. രക്ഷാപ്രവർത്തനത്തിന് കാര്യമായ പരാതി ആ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടില്ല ഇപ്പോൾ, ഒരിടത്തൊന്നും ഇല്ല. അല്ല, ഞാൻ പറഞ്ഞത് കിട്ടുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് നൽകിയാൽ നമുക്ക് സഹായം കൂടിയാവും. തീർച്ചയായിട്ടും ഞാൻ അപ്പൊ തന്നെ മിനിസ്റ്ററെ തന്നെയായിരിക്കും നേരിട്ട് വിളിക്കുക. കാരണം ഞങ്ങളിവിടെ പ്രേക്ഷകരോട് പറയുന്നുണ്ട്, അതുകൊണ്ട് പ്രേക്ഷകർ ധാരാളം ഏറ്റവും കൂടുതൽ അംഗബലത്തോടുകൂടി നിങ്ങളാണ് ഇതിന്റെ താഴത്തേക്ക് പോയിട്ടുള്ള സംഘം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാനത്. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഇതിനകം രക്ഷാപ്രവർത്തകർക്ക് ഞാൻ എല്ലാ പോയിന്റിലും ഞാൻ അവരെ കണ്ടു. അവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, വിവരങ്ങൾ കൈമാറുന്നുണ്ട്, ഞങ്ങളോടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വളരെ ഗംഭീരമാണ്. റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം എല്ലായിടങ്ങളിലും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇബ്രാഹിം പറഞ്ഞ കാര്യവും മിനിസ്റ്റർ പരിഗണിക്കുന്നുണ്ട്. ഇതിലേറെ ശ്രദ്ധേയമായ ഒരു കാര്യം, മിനിസ്റ്റർ കെ രാജന്റെയൊക്കെ നേതൃത്വത്തിൽ മുഹമ്മദ് റിയാസ് അടക്കമുള്ള നാല് മന്ത്രിമാർ ഒരു ഉപസമിതിയാണ്. അപ്പോൾ ഉപസമിതി നേരിട്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെരിഫൈഡ് ആണ്. പറയുന്നത് പഞ്ചായത്ത് മെമ്പറൊക്കെ ആണല്ലോ, അപ്പോൾ സ്വാഭാവികമായും അത് വെരിഫൈഡ് ആയിട്ടുള്ള വിവരമാണ്. അതുകൊണ്ട് തന്നെ മിനിസ്റ്റർ വളരെ പെട്ടെന്ന് ഈ തീരുമാനം എടുക്കാൻ പറ്റുന്നു. വളരെ പെട്ടെന്ന് ഇന്നലെ ഭക്ഷണം എത്തിച്ചു മുണ്ടക്കയിൽ കിട്ടും. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ വിഷയം മുണ്ടക്കൈ ഭാഗത്തില്ല, കൃത്യമായി ഭക്ഷണം എത്തിക്കാൻ സാധിച്ചു. ഇന്നിനിപ്പോൾ കുറച്ചുകൂടി സ്മൂത്ത് ആവും, കാരണം അവിടേക്ക് വാഹനങ്ങൾ എത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് പലയിടങ്ങളിലും, അല്ലേ? ചൂരൽമലയിൽ ഇത് നമ്മുടെ മഴ പെയ്യുന്നതാണ് ഇന്നലെയും വലിയ തടസ്സം സൃഷ്ടിച്ചത്. അത് ചെളിയുണ്ട്. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിപ്പിക്കണം, 72 മണിക്കൂറാണ് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വേർപെട്ടാൽ സൂക്ഷിക്കാൻ കഴിയുക. അപ്പോൾ അതിനിടയിൽ ജനിതക പരിശോധന നടത്തണം. പക്ഷേ തേടിയെത്തുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ മാത്രമല്ലേ അവരുടെ ഏതെങ്കിലും തരത്തിൽ ജനിതക പരിശോധന നടത്താൻ കഴിയൂ. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന കണക്കുകൾക്കുമെല്ലാം അപ്പുറത്തേക്ക് പോയേക്കാം എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 296 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ്. ചാലിയാറിൽ നിന്നും മാത്രമാണ് 172 മൃതദേഹമാണ്. ചാലിയാറിൽ നിന്ന് 60-70 കിലോമീറ്ററോളം ഒക്കെ ഒഴുകിയെത്തിയിരിക്കുന്നു മൃതദേഹങ്ങൾ എന്നുള്ളത്. പലരും ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടാതെ കടലിൽ തന്നെ പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കിലോമീറ്ററുകളോളം ഒഴുകി പോയിട്ടുണ്ടാവാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് കേരളം ഒരുപക്ഷെ ഇന്ത്യ തന്നെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദേശീയ ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതും അതിൻ്റെ തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നതും എന്നുള്ളതാണ്.